പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചിട്ടും മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചിട്ടുമുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നോക്കാം. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ സിലബസിൽ സ്റ്റോൺ ഏജ് ദ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ഈ പാട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 4 സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഈജിപ്ത്, ചൈന, മെസപ്പൊട്ടേമിയ, ഹാരപ്പ ഈ 4 സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മെസപ്പൊട്ടേമിയ, ഹാരപ്പ ഈ 2 സംസ്കാരങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈജിപ്ത്, ചൈന നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടോപ്പിക്കിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അലക്സാണ്ടർ കണ്ണിങ്ഹാം. പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാം. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ലോഥൽ കണ്ടെത്തിയത് ആര്? SR റാവു ആണ് സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ലോഥൽ കണ്ടെത്തിയത്. RS ബിഷ്ട് കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ബൻവാലി. രാജസ്ഥാനിലെ സിന്ധു നദീതട സംസ്കാര പ്രദേശമായ കാലിബംഗൻ സ്ഥിതി ചെയ്തിരുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ്? ഘഗാർ നദിയുടെ തീരത്ത്. വീടുകളോട് ചേർന്ന് കിണറുകളും തടി കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനവും കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം കാലിബംഗൻ. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ആരാണ്? ചാൾസ് മേഴ്സൺ. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിക്കാൻ മുൻകൈയെടുത്ത ഗവർണർ ജനറലാണ് ക്യാനിങ് പ്രഭു. ക്യാനിങ് പ്രഭുവാണ് ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിക്കാൻ മുൻകൈയെടുത്തത്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പ്. അപ്പോൾ ചെമ്പായിരുന്നു അവരുപയോഗിച്ചിരുന്നത്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹമായിരുന്നു ഇരുമ്പ്. സിന്ധു നദീതടത്തിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ച വർഷമാണ് 1921. സിന്ധു നദീതടത്തിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1921. വളരെ പുരോഗതി പ്രാപിച്ച ഒരു നാഗരിക സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തെ നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്നുകൂടെ വിളിക്കുന്നു. ഹാരപ്പയിൽ നിന്നാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? സർ ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് ആദ്യമായി വിളിച്ചത് സർ ജോൺ മാർഷൽ. ആരായിരുന്നു സർ ജോൺ മാർഷൽ? ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ ആദ്യ ഡയറക്ടർ. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നു സർ ജോൺ മാർഷൽ. അദ്ദേഹമാണ് സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് ആദ്യമായിട്ട് വിളിച്ചത്. മോഹൻജദാരോ കണ്ടെത്തിയത് RD ബാനർജി. മോഹൻജദാരോ കണ്ടെത്തിയത് RD ബാനർജി. ഹാരപ്പയിൽ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ദയാറാം സാഹിനി. ഹാരപ്പ കണ്ടെത്തിയത് ആരായിരുന്നു? ദയാറാം സാഹിനി. ഹാരപ്പയിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാറാം സാഹിനി ആയിരുന്നു. ഇനി മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. അപ്പോൾ ഹാരപ്പ പാകിസ്ഥാനിലെ മോണ്ടിഗോമറിയിലുള്ള ഹാരപ്പയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശം. ആരാ കണ്ടെത്തിയത്? ദയാറാം സാഹിനി 1921. പാകിസ്ഥാനിലെ മോണ്ടിഗോമറിയിലുള്ള ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശം. അതുകൊണ്ടാണ് നമ്മൾ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നുകൂടെ വിളിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ മോണ്ടിഗോമറി പ്രവിശ്യ, സഹിവാൾ ജില്ല
രവി നദിയുടെ തീരത്താണ് ഹാരപ്പ. ഇപ്പം ഋഗ്വേദത്തിൽ ഹരിയുപ്യ എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ് ഹാരപ്പ. മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മോഹൻജദാരോയിലാണ്. 1922 മോഹൻജദാരോ കണ്ടെത്തിയത്. പാകിസ്ഥാനിലെ ലർക്കാന ജില്ലയിലാണ് മോഹൻജദാരോ. 1922 മോഹൻജദാരോ കണ്ടെത്തിയത്. യുനെസ്കോയുടെ സഹായത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ഒരേ ഒരു സിന്ധു നദീതട നഗരമാണ് മോഹൻജദാരോ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. യുനെസ്കോയുടെ സഹായത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ഒരേ ഒരു സിന്ധു നദീതട നഗരമാണ് മോഹൻജദാരോ. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രധാന തുറമുഖമാണ് ലോഥൽ. ഗുജറാത്തിലെ കാമ്പട്ട് മേഖലയിലെ ഭഗ്വ നദിയുമായി ബന്ധപ്പെട്ടതാണ് ലോഥൽ. SR റാവു ആണ് ഇവിടെ ഉത്ഖനന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഈ ലോഥൽ സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രധാന തുറമുഖമാണ് ലോഥൽ. പിന്നെ ലോഥലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തുറമുഖമാണ് ലോഥൽ. കുതിരയുടെ അസ്ഥി ലഭിച്ച ഒരേ ഒരു സിന്ധു നദീതട നഗരം സുർക്കോറ്റാഡ. ഈ കുതിര സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന മൃഗമായിരുന്നു. പായേൺ, അതുപോലെ കുതിര, ഇതൊക്കെ സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്നു. എന്നാൽ കുതിരയുടെ അസ്ഥി ലഭിച്ച ഒരേ ഒരു സിന്ധു നദീതട നഗരമാണ് സുർക്കോറ്റാഡ. സുമേറിയൻ ജനത സിന്ധു നദീതട ജനതയെ വിളിച്ചിരുന്നത് മെലൂഹ എന്നായിരുന്നു. സിന്ധു നദീതടവും അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരവും ഒക്കെ സമകാലീന സംസ്കാരങ്ങളായിരുന്നു, ഒരേ സമയത്തുള്ളതായിരുന്നു. അപ്പോൾ സുമേറിയയിൽ നിന്നും അവർ തമ്മിൽ വ്യാപാര ബന്ധമൊക്കെ നടത്തിയതിൻ്റെ സൂചനകളുണ്ട്. സുമേറിയൻ ജനത സിന്ധു നദീതട ജനതയെ വിളിച്ചിരുന്നത് മെലൂഹ എന്നായിരുന്നു. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന മൃഗം കുതിര. ലോകത്താദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ്. ലോകത്താദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ്. സിന്ധു നദീതട നിവാസികളെ സുമേറിയൻ ജനത വിളിച്ചിരുന്നത് മെലൂഹ ആയിരുന്നു. മെലൂഹ എന്നായിരുന്നു വിളിച്ചത്. സിന്ധു നദീതട സംസ്കാരവും മെസപ്പൊട്ടോമിയൻ സംസ്കാരവും ഒക്കെ എന്തായിരുന്നു, ഒരേപോലെ സമകാലീന സംസ്കാരങ്ങളായിരുന്നു. ഹാരപ്പൻ ജനതയുടെ ഉത്തമമായ കലാസൃഷ്ടിയാണ് മുദ്രകൾ. മുദ്രകളിൽ കാള, കരടി, കണ്ടാമൃഗം, ആട്, ആന മുതലായ മുദ്രകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഹാരപ്പൻ ജനതയുടെ ഉത്തമമായ കലാസൃഷ്ടിയാണ് മുദ്രകൾ. കാലിബംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത വളകൾ. കാലിബംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത വളകൾ എന്നാണ്. അപ്പോൾ 1934 ഘോഷാലാണ് കാലിബംഗൻ കണ്ടെത്തിയത്. 1934 ഇവിടെ ഉത്ഖനനം നടത്തിയത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് ഘോഷാലാണ്. ഒട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഉഴുതുമറിച്ച നിലങ്ങൾ, ഇവയൊക്കെ കണ്ടെത്തിയത് കാലിബംഗനിലാണ്. അപ്പോൾ കാലിബംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത വളകൾ. ഹാരപ്പൻ ജനതയുടെ എഴുത്തുവിദ്യ. അപ്പോൾ നമ്മൾ സുമേറിയ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം ക്യൂണിഫോം ലിപിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം ഹൈറോഗ്ലിഫിക് ലിപിയാണ്. അതും ഹാരപ്പൻ ജനതയുടെ എഴുത്തുവിദ്യ ബോസ്ട്രോഫിഡൻ. മട്ടകോൺ ആകൃതിയിലായിരുന്നു ഹാരപ്പൻ ജനത റോഡുകൾ നിർമ്മിച്ചിരുന്നത്. 16 എന്ന സംഖ്യയും അതിൻ്റെ ഗുണിതങ്ങളുമാണ് അളവുകളും തൂക്കങ്ങളും അറിയാൻ ഉപയോഗിച്ചിരുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? മോഹൻജദാരോ. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും വലിയ നഗരമാണ് മോഹൻജദാരോ. എന്നാൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സിന്ധു നദീതട നഗരമാണ് ധോലവീര. വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത് മോഹൻജദാരോ, വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ധോലവീര. ധോലവീര ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ധോലവീര. അപ്പോൾ ഹാരപ്പയാണ് സിന്ധു നദീതട സംസ്കാരത്തിൽ
ആദ്യമായിട്ട് കണ്ടെത്തിയ സ്ഥലം. അതുകൊണ്ട് തന്നെ സിന്ധു നദീതട സംസ്കാരത്തെ നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്ന് കൂടി പറയുന്നു. ഹാരപ്പയിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാറാം സായിനിയാണ്. പാകിസ്ഥാനിലെ മോണ്ടിഗോമറയിലുള്ള ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ സ്ഥലം. 1921 ദയാറാം സാഹിനി. ഋഗ്വേദത്തിൽ ഹരിയുപ്പിയ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഹാരപ്പയാണ്. അതുപോലെ ഏറ്റവും വലിയ സിന്ധു നദീതട പ്രദേശമായ മോഹൻജദാരോ കണ്ടെത്തിയത് 1922 ആർ.ഡി. ബാനർജിയാണ് മോഹൻജദാരോ കണ്ടെത്തിയത്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ധോലവീര. ലോഥൽ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തുറമുഖമാണ്. ഗുജറാത്തിലെ ഭഗ്വ നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ചെമ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് സിന്ധു നദീതട സംസ്കാരം. ഇപ്പോൾ പറഞ്ഞു, ഇരുമ്പ് അവർക്ക് അജ്ഞാതമായിരുന്ന ലോഹമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ചെമ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് സിന്ധു നദീതട നിവാസികളാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സമകാലിക സംസ്കാരമാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം. ഇപ്പോൾ സിന്ധു നദീതടത്തെ പറ്റിയിട്ടുള്ള പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സമകാലിക സംസ്കാരമായ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് നോക്കാം. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികൾക്കിടയിൽ വളർന്ന നാഗരികതയാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം. മെസ്സപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2 നദികൾക്കിടയിലുള്ള രാജ്യം എന്നാണ് മെസ്സപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പോഴത്തെ ഇറാഖ്. ഏതൊക്കെയാണ് നദികൾ? യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ 2 നദികൾക്കിടയിൽ വളർന്നു വന്ന നാഗരികതയാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം. മെസ്സപ്പൊട്ടോമിയയിൽ നിലനിന്നിരുന്ന പ്രധാന സംസ്കാരങ്ങളായിരുന്നു സുമേറിയൻ, ബാബിലോണിയൻ, കാൽഡിയൻ, അസീറിയൻ. സുമേറിയൻ, ബാബിലോണിയൻ, കാൽഡിയൻ, അസീറിയൻ. മെസ്സപ്പൊട്ടോമിയയിലെ ആദ്യത്തെ സംസ്കാരമായിരുന്നു സുമേറിയ. സുമേറിയ ഇപ്പോൾ ബൈബിളിൽ ഷിനാർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശമാണ് സുമേറിയ. മെസ്സപ്പൊട്ടോമിയയുടെ ഏറ്റവും തെക്കേ ഭാഗമാണ് സുമേറിയ. പ്രാചീന സംസ്കാരങ്ങളുടെ മൂശ, പരിഷ്കാരത്തിൻ്റെ തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് മെസ്സപ്പൊട്ടോമിയയാണ്. പ്രാചീന സംസ്കാരങ്ങളുടെ മൂശ, അതുപോലെ സംസ്കാരത്തിൻ്റെ തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് മെസ്സപ്പൊട്ടോമിയയാണ്. മെസ്സപ്പൊട്ടോമിയയുടെ ഏറ്റവും തെക്കേ ഭാഗമാണ് സുമർ. ഇപ്പോൾ സുമേറിയ എന്ന പേരിൻ്റെ അർത്ഥം കറുത്ത തലയുള്ള ജനത എന്നാണ്. സുമേറിയൻ നിയമങ്ങൾ ക്രോഡീകരിച്ചത് ഡുങ്കിയാണ്. ഡുങ്കിയാണ് സുമേറിയൻ നിയമങ്ങൾ ക്രോഡീകരിച്ചത്. മെസ്സപ്പൊട്ടോമിയയിലെ ഏറ്റവും ഫലപുഷ്ടമായ ഭാഗമാണ് ഷിനാർ സമതലം. ആദ്യ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഹമ്മുറാബി. അപ്പം മെസ്സപ്പൊട്ടോമിയയുടെ ഏറ്റവും തെക്കേ ഭാഗമാണ് സുമർ. സുമേറിയയുടെ വടക്ക് കിഴക്ക് കിടക്കുന്ന പ്രദേശങ്ങൾ ബാബിലോണിയ അല്ലെങ്കിൽ അക്കാദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ആദ്യ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു ആര്? ഹമ്മുറാബി. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവാണ് ഹമ്മുറാബി. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ഹമ്മുറാബി. ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമാവലി ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ഹമ്മുറാബി. ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമാവലി ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാ നയമാണ് ഹമ്മുറാബി നടപ്പിലാക്കിയ നിയമങ്ങളുടെ അടിത്തറ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാ നയമാണ് ഹമ്മുറാബി നടപ്പിലാക്കിയ നിയമസംഹിതയുടെ അടിത്തറ. ബാബിലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കവാടം. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കവാടം. ലോകത്തിലെ ആദ്യത്തെ എഴുത്ത് ലിപി ക്യൂണിഫോം ലിപി. മെസ്സപ്പൊട്ടോമിയ അല്ലെ സുമേറിയക്കാരുടെ സംഭാവനയാണ് ക്യൂണിഫോം ലിപി, ആപ്പിൻ്റെ ആകൃതിയിലുള്ളത്. ലോകത്തിലെ ആദ്യത്തെ എഴുത്ത് ലിപി ക്യൂണിഫോം ലിപി.
മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളെക്കാളും വിഷമം പിടിച്ചതാണ് എഴുത്ത് എന്ന ചൊല്ല് സുമേറിയക്കാരുടേതാണ്. അപ്പോൾ സുമേറിയക്കാരുടെ സംഭാവനയാണ് ക്യൂണിഫോം. ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം ആപ്പിൻ്റെ രൂപമുള്ളത്. ക്യൂണിഫോം ലിപി വായിച്ചെടുത്തത് ഹെൻറി റോളിൻസൺ ആണ്. ക്യൂണിഫോം ലിപി ഡെസിഫർ ചെയ്തത് ഹെൻറി റോളിൻസൺ. മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളാണ് ഊർ, ഉറൂഖ്, ലഗാസ് തുടങ്ങിയവ. ഇനി ഒരു പോയിന്റ് ഇവിടെ പറയാനുള്ളത് സിഗുറാത്തുകൾ മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനയാണ്. മനുഷ്യനിർമ്മിതമായ കുന്നിന് മുകളിൽ മെസപ്പൊട്ടോമിയൻ ജനത നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയങ്ങളാണ് സിഗുറാത്തുകൾ. മനുഷ്യനിർമ്മിതമായ കുന്നിന് മുകളിൽ മെസപ്പൊട്ടോമിയൻ ജനത നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയങ്ങളാണ് സിഗുറാത്തുകൾ. പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിൻ്റെ തെളിവാണ് സിഗുറാത്ത്. സിഗുറാത്ത് എന്ന് പറഞ്ഞാൽ മീനിങ് ഹിൽ ഓഫ് ഹെവൻ എന്നതാണ്. ലോകത്തിലെ ആദ്യത്തെ നഗരം ഊർ. ലോകത്തിലെ ഊർ, ഉറൂഖ്, ലഗാസ് ഇതൊക്കെ മെസപ്പൊട്ടോമിയയിലെ നഗരങ്ങളായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് ഊർ. ഇനി നമുക്ക് മെസപ്പൊട്ടോമിയക്കാരുടെ കണ്ടുപിടുത്തങ്ങൾ നോക്കാം. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഒരു ജനതയായിരുന്നു മെസപ്പൊട്ടോമിയക്കാർ. അപ്പോൾ ലോകത്താദ്യമായി ചാന്ദ്ര പഞ്ചാംഗം നിർമ്മിച്ചത് മെസപ്പൊട്ടോമിയക്കാരാണ്. ലോകത്താദ്യമായി ചാന്ദ്ര പഞ്ചാംഗം നിർമ്മിച്ചു. ഒരു ദിവസത്തെ 24 മണിക്കൂറായി വിഭജിക്കുന്ന രീതി, അതുപോലെ ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും അവർ വിഭജിച്ചിരുന്നു. അപ്പോൾ ചക്രവും മൺപാത്രവും ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ചു തുടങ്ങിയ സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ചാന്ദ്രപഞ്ചാംഗം നിർമ്മിച്ചു. ചക്രവും മൺപാത്രവും ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ചു തുടങ്ങി. ഒരു ദിവസത്തെ 24 മണിക്കൂറായി വിഭജിക്കുന്ന രീതി ആവിഷ്കരിച്ചത് മെസപ്പൊട്ടോമിയക്കാരാണ്. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും അവർ വിഭജിച്ചിരുന്നു. ഹരണം, ഗുണനം, വർഗമൂലം എന്നിവ മെസപ്പൊട്ടോമിയൻ ജനതയ്ക്ക് അറിയാമായിരുന്നു. ഹരണം, ഗുണനം, വർഗമൂലം തുടങ്ങിയവയൊക്കെ മെസപ്പൊട്ടോമിയൻ ജനതയ്ക്ക് അറിയാമായിരുന്നു. ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരിയാണ് നെബൂഖദ്നസർ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ കാൽദിയൻ ഭരണാധിപത്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരിയാണ് നെബൂഖദ്നസർ. അപ്പോൾ ആദ്യ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു ഹമ്മുറാബി. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവാണ് ഹമ്മുറാബി എന്ന് നമ്മൾ പറഞ്ഞു. ബാബിലോൺ പുനരുദ്ധരിച്ച് വീണ്ടും തലസ്ഥാനമാക്കുകയും ഹമ്മുറാബിയുടെ സമയത്തെ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് കാൽഡിയന്മാരെ നമ്മൾ നവീന ബാബിലോണിയക്കാർ എന്നും വിളിച്ചു വന്നിരുന്നു. അപ്പോൾ ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരിയാണ് നെബൂഖദ്നസർ. രണ്ടാം ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ നെബൂഖദ്നസർ. ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചെടുത്ത് നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്.